മാത്രമല്ല കിടിലൻ നാടൻ ഊണുകൾ കിട്ടുന്ന സ്ഥലം എവിടെ വെച്ചാൽ ഞാൻ പറയും നമ്മുടെ സ്വന്തം കിഴക്കിന്റെ വെനീസായ ചെറിയ ആലപ്പുഴ ജില്ലയാണ്. കാരണം ഒരുപാട് നാടൻ ഊണുകൾ കിട്ടുന്ന സ്ഥലമാണ്. അപ്പം ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് മീൽസ് കിട്ടുന്ന കടയാണെന്ന് വെച്ചാൽ ഞാൻ പറയും മാളൂസ് എന്നുള്ള ഒരു കടയാണ്. കാരണം ഈ ഒരു കട വലിയ പോപ്പുലാരിറ്റി ആയിട്ടില്ല. ആ ഒരു കടയെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം. ഇതിന്റെ അമരക്കാരി ഒരു ലേഡിയാണ്, മാത്രമല്ല കൂടെ പ്രവർത്തിക്കുന്ന 2 ലേഡി സ്റ്റാഫാണ്. അപ്പൊ ഇവർ 3 പേരും കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കിടിലൻ കടയാണ്. ഹോംലി ഫുഡ് ആട്ടോ, വറൈറ്റ കൈകൊണ്ടുണ്ടാക്കിയ ഫുഡാണ് ഇവരെ പ്രത്യേകത. മാത്രമല്ല നല്ല കിടിലൻ കോംബോ ഓഫർ ഉണ്ട്. കക്കാറച്ചി എന്നെല്ലാം പറയുമ്പോൾ ചെറുതല്ല, നമ്മുടെ ബെല്ല് കക്കാറച്ചിയും അതേപോലെ മത്തി വറുത്തെല്ലാം ഒരു പ്ലേറ്റിൽ 30 രൂപ ഉള്ളു. അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്ക് കടയെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. അപ്പൊ ഈ വീഡിയോ കാണുന്ന എന്റെ എല്ലാ ചങ്ക് ഫ്രണ്ട്സും മാക്സിമം ഷെയർ ചെയ്യുക. ഈ കടകള് ഊണ് കഴിച്ച ശേഷം ഒരു ഫീഡ്ബാക്ക് തരിക. അപ്പം കടയുടെ കയറാം. നമ്മുടെ ഏത് മലയാളിയാണ് ആഗ്രഹിക്കാത്തത് ഉച്ചക്ക് ചോറും മീൻകറിയും സാമ്പാറും പുളിശ്ശേരിയും അവിയലും പപ്പടവും അച്ചാറും കൂട്ടി ഒരു പിടിച്ച് കഴിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മലയാളി പോലും എവിടെയില്ല. നിങ്ങളൊക്കെ ഒരു മീൽസ് ഫുഡ് ലവേഴ്സ് ആണോ? ആണെങ്കിൽ നല്ലൊരു കിഡിലൻ സ്പോട്ട്, നല്ല ഹോംലി ഫുഡ് സെർവ് ചെയ്യുന്ന സ്ത്രീകളുടെ കൂട്ടായ്മയുള്ളൊരു കിഡിലൻ കട ഞാൻ പരിചയപ്പെടുത്തരാം. ഈ കൊതിയൻ ഇവിടെ വന്ന് ഊണ് കഴിച്ചപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ഇവിടെ കിട്ടുന്ന ഓരോ ഐറ്റം നല്ല ഡിലീഷ്യസ് ആട്ടോ. മാത്രമല്ല സാമ്പാറെല്ലാം തിക്കാണ്, ബീഫ് ഫ്രൈ എല്ലാം നല്ല ബോൺലെസ് നല്ല വലിയ പീസാണ്. പിന്നെ മത്തി വറുത്തെല്ലാം ഒരു ചെറിയ പ്ലേറ്റ് 7-8 പീസ് വരും, വെറും 30 രൂപ മാത്രമേ ഉള്ളൂ. ഇവിടെ സെർവ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ഫ്രണ്ട്ലി ബഡ്ജറ്റാണ്. നമ്മുടെ കയ്യിലൊതുങ്ങുന്ന റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ മലയാളികൾക്കൊക്കെ എന്നും ഓൾ ടൈം ഫേവറേറ്റാണ് ഈ കാണുന്ന കപ്പയും മീൻകറിയും കപ്പയും ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും. ഇതെല്ലാം ഒരു കോംബോ ആണ്. എന്നും നാവിന് ടേസ്റ്റ് തോന്നുന്ന ഒരു ഡിലീഷ്യസ് ഐറ്റമാണ് കപ്പ. എൻ്റെ മോനെ, കേരളത്തിൻ്റെ ദേശീയ മത്സ്യമായ മത്തി വെറും 30 രൂപക്ക് 8-7 പീസാണ് ഇവർ സെർവ് ചെയ്യുന്നത്. നമ്മുടെ കായൽ കക്കാർച്ചെല്ലാം ഒരു പ്ലേറ്റ് വെറും 50 രൂപ ഫുൾഫില്ല് തരുന്നതിന്. ഈ ഒരു പ്ലേറ്റ് മത്തി വറുത്ത് ഉൾപ്പെടെ എനിക്കൊന്ന് ഏതാണ്ട് 8-9 പീസോ മത്തി വറുത്തുണ്ട്. അതുൾപ്പെടെ ഊണിന് വരുന്ന വില എന്ന് പറഞ്ഞാൽ വെറും 100 രൂപ. മത്തി വേണ്ട, കക്കാർച്ച മതി. കക്കാർച്ച ചെറിയ കക്കാർച്ചല്ല, ഇമ്മണി വലിയ കക്കാർച്ചയാണ്. അപ്പോൾ അതിന് വരുന്നത് 50 രൂപയാണ്. അപ്പം ടോട്ടൽ വരുന്നത് 70 + 50 120 രൂപ ഉള്ളൂ. കക്കാർച്ച എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള ഒരുപാട് ഫുൾഫില്ല് വെച്ചിരിക്കുന്ന കക്കാർച്ചയാണ്. ഇന്നിവിടെ മത്തിക്കരയാണ്. പിന്നെ മത്തിക്കര വരും, അതുപോലെ തന്നെ കേരയും വരും അല്ലേ. തേങ്ങ അരച്ച നല്ല മത്തിക്കറി, നല്ല അടിപൊളി ഗ്രേവി ആയിട്ടുള്ള മത്തിക്കറിയാണ് ഇവർ സെർവ് ചെയ്യുന്നത്. നമ്മൾ 70 രൂപയ്ക്ക് കൊടുക്കുന്ന ഇവിടെ നിന്ന് കിട്ടുന്ന ഊണും മീൻകറിയും മറ്റുള്ള എന്തും നമുക്ക് എന്തുകൊണ്ടും വെർത്താണ്. ഇവിടെ വരുന്ന എന്തോ സ്പെഷ്യൽ എന്ന് പറയുന്നത് കേര ഫ്രൈ 50 റുപ്പീസാണ്. അതുപോലെ തന്നെ നല്ല വലിയ കൊക്കാർച്ചി, ഞാൻ പറഞ്ഞില്ല ഇവിടെ വലിയ കൊക്കാർച്ചിയാണ്, അതും വരുന്നത് 50 രൂപയാണ്. എന്തുകൊണ്ടും വെർത്താട്ടോ. സാധാരണ കടകളിൽ നമ്മൾ പോകുമ്പോൾ കൊക്കാർച്ചി ചെറുതാണ്, അതിന് 70-80 രൂപ മേടിക്കാറുണ്ട്. ഇവിടുന്ന് അതിൽ നിന്ന് ഡിഫറെന്റ് ആണ്, എന്റെ ഡിഫറെന്റ് ആണ്. 50 രൂപക്ക് നല്ല തിക്കായിട്ടുള്ള, അതായത് ഫുൾഫില്ല് വെച്ചിരിക്കണം കൊക്കാർച്ചി, വലിയ കൊക്കാർച്ചി കാണുമ്പോൾ അറിയാം. അതെ കണ്ടോ, കൊക്കാർച്ചി സൈസ് ഉണ്ടോ, സംഭവം ക്രിസ്പിയാണ്. അതുകൂടാണ്ട് ബീഫ് ഫ്രൈ വരുന്നത് ഇവിടുത്തെ ലഞ്ചിന്റെ സ്പെഷ്യലാണ്, 80 രൂപയാണ് വരുന്നത്. അതുകൂടാണ്ട് 7-8 മത്തി പീസ് വരുന്നുണ്ട്, വെറും 30 രൂപ. മണ്ടല്ലേ. ഈ കക്കാറച്ചിയും അതുപോലെ ബീഡ്സും അതിനുള്ള സൈഡിഷും എല്ലാം വരുന്നത് 120 ആണ്. ഇത് കോംബോ ഓഫറുകൾ നമുക്ക് വേണമെങ്കിൽ അവർ തരും. അതുകൂടാണ്ട് ഈ കേര ഫ്രൈ ആയിട്ട് വരുവാണെങ്കിൽ 120. പിന്നെ ഇവിടെ മത്തിക്കറി ആണെങ്കിൽ മത്തിക്കറി ഫ്രീ ആണോ ഇവിടെ. പിന്നെ ബീഫ് ഫ്രൈ ആയിട്ട് വരുവാണെങ്കിൽ 70-80 രൂപ വരുന്നത് 150 രൂപ വരും. പിന്നെ ഒരു പ്ലേറ്റ് മത്തിയും ഊണും കൂടെ വരുന്നത് വെറും 100 രൂപ. എനിക്കൊന്ന് 7-8 പീസ് ഉണ്ട്, 8 പീസിനടുത്തുണ്ട് മത്തി വറുത്ത് ഇവിടെ വരുന്നത് വെറും 100 റുപ്പീസാണ്. നമ്മുടെ കൂടെയുള്ള പയ്യന് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. വേറെ ഒന്നുമല്ല, അവന് വിഷമാണ്. അവൻ്റെ വൈഫ് ഗൾഫിൽ പോയതിൻ്റെ ഒരു വിഷമമുണ്ട്. പക്ഷെ അവനെ കൊണ്ട് ഞാൻ നിർബന്ധിച്ചാണ് തീറ്റിച്ചത്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞു പട്ടിണി ഇരിക്കണം, നീ ഭക്ഷണം കഴിക്കുക, അങ്ങനെയാണ് തീറ്റിച്ചത്. നിങ്ങളോട് ഈ കൊതിയൻ റിക്വസ്റ്റ് ചെയ്യാണ്, വേറെ ഒന്നുമല്ല, നല്ല കടകളെ എന്നും പ്രൊമോട്ട് ചെയ്യുക. ഈ ഒരു കട സ്റ്റാർട്ടപ്പ് ആയിട്ട് ഏതാണ്ട് 1 മന്ത് ആയേ ഉള്ളൂ. അപ്പം മാക്സിമം ഇവരുടെ ഈ കൂട്ടായ്മയെ, ഇവരുടെ ഒരു എഫേർട്സിനെ നമ്മൾ അംഗീകരിക്കണം, അക്സെപ്റ്റ് ചെയ്യണം. അപ്പം മാക്സിമം ഈ ഒരു കട ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം വെച്ചാൽ നല്ല ഫുഡ് കിട്ടുന്ന കടകളെ ഈ കൊതിയൻ പ്രൊമോട്ട് ചെയ്യും.
ഈ ഒരു ഷോപ്പിൻ്റെ മൂവിങ് എന്ന് പറയുന്ന ഒരു ബിഗിനിങ് സ്റ്റേജാണ്. സ്റ്റാർട്ടപ്പിൽ എല്ലാ കടകളും തുടക്കത്തിൽ നല്ല ഫുഡാണ് സെർവ് ചെയ്യുന്നത്, അതിനുശേഷമാണ് ഉഴപ്പാറുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവരോട്, ഇവർ പറഞ്ഞു ഇതേ ക്വാളിറ്റി ക്വാണ്ടിറ്റി റൈറ്റ് ഇതിൽ ഇതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ ചങ്ക്സും ഒരേപോലെ ഇന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നല്ല ഫ്രണ്ട്സുണ്ട്, കുടുംബക്കാരുണ്ട്, കുറ്റം പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. ഉണ്ട്. എങ്ങനെയുണ്ട്? ഊണെങ്ങനെയുണ്ട്? ഊണ് പറ്റില്ല, നല്ല ഊണാണ്. നല്ല ഊണാണ്. 70 രൂപയ്ക്ക് എന്തുകൊണ്ട് നമുക്ക് വെറുതാണ്, ലാഭമാണ് അല്ലേ? ലാഭം. ആവശ്യത്തിന് മീൻകറി കിട്ടും, ആവശ്യത്തിന് ചോറ് കിട്ടും, ഒരു കുഴപ്പമില്ല അല്ലേ? ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു പുതിയൊരു സംരംഭമാണ്, 1 മാസമായിട്ടുള്ളൂ. അപ്പം ഈ കട മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അപ്പൊ ഇവിടെ സ്ഥിരം വരുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ ഒരു കസ്റ്റമേഴ്സിനോട് ചോദിക്കാം, അപ്പൊ അവരെ കിട്ടുന്ന ജെനുവിൻ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിരിക്കും. ഇക്ക ഊണെങ്ങനുണ്ട്? നല്ല ഊണാണ്. ഇവിടെ നിന്ന് എപ്പോഴും വരാറുണ്ട്? ഇടക്കിടക്ക് വരാറുണ്ട്. എന്തുകൊണ്ടും 70 രൂപക്ക് എല്ലാം നല്ല ടേസ്റ്റി ആണല്ലേ? നല്ല ഫുഡാണ് സെർവ് ചെയ്യുന്നത് അല്ലേ? നല്ല ഫുഡ്. ആളൂസ് എന്ന ഹോംലി ഫുഡ് ചെറിയൊരു കുഞ്ഞിക്കടയാട്ടോ, ഒരു വീട്ടിലാണ്. പക്ഷെ കൊടുക്കുന്ന ഫുഡെല്ലാം ഒരു രക്ഷയില്ല, നല്ല ഡെലീഷ്യസ് ആണ്. അപ്പൊ അതിന്റെ അമരക്കാരൻ ഇതാണ് മെയിൻ ഇമ്പോർട്ടന്റ് ഓണർ. പിന്നെ കൂടെ 2 പേരുണ്ട്. അതിൽ ഒരാള് ക്യാമറയെ അഭിമുഖീകരിക്കുന്നില്ല, പേടിച്ച് എന്റെ പിന്നിലേക്കുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് പറയാം. നമ്മുടെ കളക്ടറേറ്റ് ജംഗ്ഷനിൽ നിന്ന് വരുവാണെങ്കിൽ നേരെ വലിയോളത്തോട്ട് വന്നിട്ട് അവിടുന്ന് കിഴക്കോട്ട് തിരിയുമ്പം തെക്കേ സൈഡില് ആണ് നമ്മുടെ വീട്. ഈ ഒരു കട കണ്ടുപിടിക്കാൻ പാടാണ്. ഇത് കട സ്ഥിതി ചെയ്യുന്നത് തെക്കേ സൈഡില് ചെറിയ ഇടറോഡുകളാണ്. അതിന്റെ ലൊക്കേഷൻ മറ്റുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം കണ്ടുപിടിച്ച് നിങ്ങൾ വരിക. ആലപ്പുഴ നല്ല ഒരു മീൽസ് കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ഹോംലി ഫുഡാണ് ഇവർ കൊടുക്കുന്നത്, സെർവ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഒന്ന് കഴിച്ചതാണ്. കഴിച്ചിട്ട് ജനനായിട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒരു കടയിൽ നിന്നും പൈസ മേടിച്ച് അഭിപ്രായം പറഞ്ഞില്ല. പല ആൾക്കാരും വിളിക്കാറുണ്ട്, പൈസ വാങ്ങിച്ച് നമ്മൾ കള്ളം പറയുന്നല്ലോ. ഇത് കഴിച്ച് സത്യസന്ധമായി കൊതിയന്റെ റിവ്യൂ ആണ്. ഇവരാണ് പിന്നെ ചെയ്യുന്നത്. പിന്നെ ഹോം ഡെലിവറി അവൈലബിൾ ആണ് അല്ലേ? അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു കടയിൽ കയറി ഊണെന്ന് കഴിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നല്ലൊരു കിടിലം ഫുഡാണ് ഇവർ സെർവ് ചെയ്യുന്നത്, അത് കൊതിയൻ്റെ ഗ്യാരണ്ടി.